ഹായ്. CMA USA എൻക്വയറി ചെയ്യുമ്പോൾ ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യമുണ്ട്. CMA USനെ നിങ്ങളൊരു സർട്ടിഫിക്കേഷനായിട്ട് മാത്രം കൺസിഡർ ചെയ്യരുത്. അത് ആക്ച്വലി ഒരു ബിസിനസ് മോഡലായിട്ട് വേണം നിങ്ങൾ കൺസിഡർ ചെയ്യാൻ. കാരണം മറ്റുള്ള കോഴ്സുകൾ ചെയ്യുന്നത് പോലെ വെറുതെ CMA USA പഠിക്കുക, പരീക്ഷ എഴുതുക, പാസ്സാവുക എന്നുള്ളതല്ല ഉദ്ദേശിക്കേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ടത് ആക്ച്വലി CMA നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത് ഒരു ബിസിനസ് മോഡലായിട്ട് തന്നെ ആയിരിക്കണം. കാരണം ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മളവിടെ നമ്മുടെ പൈസയും നമ്മളെ എഫേർട്ടും കൂടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് റിട്ടേൺ കിട്ടുക. അതുപോലെ തന്നെയാണ് CMA. നിങ്ങളുടെ കുറച്ച് പൈസ അതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഫീസും ബുക്സും ട്രെയിനിങ്ങും IMA ഫീസൊക്കെ ആയിട്ട്. അതിൻ്റെ കൂടെ നിങ്ങൾ കുറച്ച് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് CMA സർട്ടിഫൈ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ CMA ഒരു ബിസിനസ് മോഡൽ പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഏർണിങ്സ് അല്ലേ, ബിസിനസ് നമുക്ക് റവന്യൂ അല്ല കിട്ടുന്നത്, അതേപോലെ തന്നെ പ്രോഫിറ്റൊക്കെ കിട്ടുന്നത് പോലെ തന്നെ നമുക്ക് നമ്മുടെ ഏർണിങ്സ് കപ്പാസിറ്റി കൂട്ടാനാണ് ശരിക്കും പറയുകയാണെങ്കിൽ CMA USA യൂസ് ചെയ്യേണ്ടത്. IMAൻ്റെ ടാഗ്ലൈൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, ഗോട്ട് ഇറ്റ് ഏൺ ഇറ്റ് എന്നാണ് അല്ലേ. അപ്പോൾ CMA കയ്യിലുണ്ടെങ്കിൽ യു ക്യാൻ ഏൺ ഇറ്റ്. ഓക്കെ, സോ എപ്പോഴും ഒരു ബിസിനസ്സായിട്ട് വേണം കൺസിഡർ ചെയ്യാൻ IMAനെ. അങ്ങോട്ട് കൊടുക്കുന്ന പൈസ, അങ്ങോട്ട് CMAക്ക് പഠിക്കാൻ ചിലവാക്കുന്ന പൈസയെല്ലാം അതിൻ്റെ 10 ഇരട്ടി, 100 ഇരട്ടി, 1000 ഇരട്ടിയായിട്ട് നമുക്ക് തിരിച്ചെടുക്കാനും കൂടി സാധിക്കണം. ആ ഒരു മൈൻഡ് സെറ്റിൽ വേണം നിങ്ങൾ CMAക്ക് പഠിക്കാൻ. ഓക്കെ, സീ യു ഇൻ ദ നെക്സ്റ്റ് ലേണിങ്സ്.